ദേവസ്വം ബോർഡിനെയും CPM-നെയും കടന്നാക്രമിച്ച ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബു. ദേവസ്വം ബോർഡ് അതിന്റെ കർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ ഇതിങ്ങനെ തുടരുന്നതിന്റെ അർത്ഥമെന്തെന്ന് ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബു ചോദിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് എന്ത് അധികാരമാണുള്ളതെന്നും ചോദ്യം. അയ്യപ്പന്മാരെ കൊള്ളയടിച്ചേ സർക്കാരിന് നിലനിൽപ്പുള്ളൂ എന്നാണെങ്കിൽ അത് നടക്കില്ല എന്നും അദ്ദേഹം ടെമ്പിൾ പാർലമെന്റിൽ വ്യക്തമാക്കി. ദേവസ്വം നിയമമനുസരിച്ച് ബോർഡ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടത് ക്യാബിനറ്റിലെ ഹിന്ദു മന്ത്രിമാർ ചേർന്നാണ്. ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത് നിയമസഭയിലെ ഹിന്ദു MLA-മാരാണ്. ആരാണ് K. ജയകുമാർ IAS-നെ നിശ്ചയിച്ചത്? പത്രവാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കി. K. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ CPIM സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു എന്നാണ്. ആരാണ് CPIM സെക്രട്ടേറിയറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ? എന്ത് അധികാരമാണ് അവർക്കുള്ളത്? ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാര് പലരും ഇപ്പൊ ജയിലിലാണ്, നാളെ ജയിലിലേക്ക് പോകാൻ നിൽക്കുന്നവരാണ്. അവരെന്താണ് ചെയ്തത്? അവരെ വിശ്വാസികൾ വിശ്വാസപൂർവ്വം അവരെ ഏൽപ്പിച്ചതാണ് ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ, ക്ഷേത്രങ്ങളെ നിലനിർത്താൻ, ക്ഷേത്രങ്ങളുടെ പുരോഗതി ഉണ്ടാക്കാൻ അവരെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചതാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ. ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വാസപൂർവ്വം അവരെയാണ് കണ്ടത്. പക്ഷേ ദേവസ്വം ബോർഡ് ഹൈന്ദവ സമൂഹത്തോട്, വിശ്വാസികളോട് വിശ്വാസവഞ്ചന നടത്തിയിരിക്കുന്നു. ഹിന്ദു സമൂഹത്തെ അവർ കബളിപ്പിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു.